ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേടെക് എക്സാമിനേഷനുള്ള വൃത്തങ്ങളൊക്കെ പഠിച്ചു, അതിനാവശ്യമുള്ളത് മാത്രം പഠിച്ചു. ഇന്ന് നമുക്ക് ആ എക്സാമിന് ആവശ്യമായ അലങ്കാരങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പം നമുക്ക് തുടങ്ങാം. അതുപോലെ അലങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ തുടങ്ങിയതായിരുന്നു, ഉപമ അലങ്കാരം പഠിപ്പിച്ചത് 87ാമത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടാണ്. നിങ്ങളൊന്ന് നോക്കുക. ഇത് ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നത് അലങ്കാരം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ശബ്ദാലങ്കാരവും ഒന്ന് അർത്ഥാലങ്കാരം. എന്താണ് അലങ്കാരം എന്ന് പറഞ്ഞാൽ? അലംകരോതീതി അലങ്കാരഃ എന്നാണ്. അലങ്കരിക്കുക. നമ്മൾ ശരീരമൊക്കെ അലങ്കരിക്കില്ല, അതുപോലെ ഒരു കാവ്യത്തെ അലങ്കരിക്കുന്നതാണ് അലങ്കാരം. എന്തിനാണ് അലങ്കരിക്കുന്നത്? ആളുകൾക്ക് ഹൃദയ ആഹ്ലാദ സഹൃദയരാരാണ്? വായിക്കുന്നവർ തന്നെയാണ് സഹൃദയരല്ലേ. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അലങ്കാരം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്, ശബ്ദാലങ്കാരവും അർത്ഥാലങ്കാരവും. ശബ്ദാലങ്കാരഃ അർത്ഥാലങ്കാരശ്ച. അതിൽ ഇന്ന് പഠിക്കുന്നത് ശബ്ദാലങ്കാരത്തിനാണ്, ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അലങ്കാരത്തിനാണ്. അതിലൊന്നാണ് അനുപ്രാസഃ. ഈ അനുപ്രാസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിൻ്റെ ലക്ഷണം: അനുപ്രാസഃ വർണ്ണാവൃത്തിരനുപ്രാസോ പാദേഷു ച പദേഷു ച. വർണ്ണാവൃത്തി, വർണ്ണങ്ങളുടെ ആവൃത്തി. ആവൃത്തി എന്ന് പറഞ്ഞാൽ ആവർത്തനം. അതിനാണ് അനുപ്രാസം എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ്? പാദേഷു ച പദേഷു ച. പാദേഷു പദേഷു വിഭക്തി നിങ്ങൾക്കറിയാമല്ലോ, സപ്തമി ബഹുവചനമാണ്. പാദങ്ങളിലും പദങ്ങളിലും. ച രണ്ടിടത്തും വന്നു. പാദങ്ങളിലും പദങ്ങളിലും. എന്താണ് പാദം എന്ന് പറഞ്ഞാൽ? വരികൾ. വരികളിൽ വരാം. പിന്നെ പദേഷു, പദങ്ങൾ, വാക്കുകൾ, പദങ്ങളിൽ അങ്ങനെയും വരാം. അങ്ങനെ വരുന്നതാണ് അനുപ്രാസം. എന്താ? ആവൃത്തി ഉണ്ടാകുന്നു. പദങ്ങളിലോ പാദങ്ങളിലോ വർണ്ണങ്ങളുടെ ആവൃത്തി ഉണ്ടാകുന്നതാണ് അനുപ്രാസം എന്ന ശബ്ദാലങ്കാരം. അതിനൊരു ഉദാഹരണം നോക്കിക്കോളൂ. ലതാകുഞ്ചം ഗുഞ്ചൻ മദവദലി പുഞ്ചം ചപലയൻ സമാലിംഗൻ അംഗം ദ്രുതതരമനംഗം പ്രബലയൻ മരുത് മന്ദം മന്ദം ദളിതമരവിന്ദം തരളയൻ രജോവൃന്ദം വിന്ദൻ കിരതി മകരന്തം ദിശി ദിശി. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇത് തോന്നും അല്ലേ? വാക്കുകൾ ഇങ്ങനെ വരുന്നു. എവിടെയാണ്? ലതാ കുഞ്ചം. കുഞ്ചം എന്ന് പറഞ്ഞാൽ വള്ളിക്കുടിൽ എന്നാണ് അർത്ഥം. കുടിൽ. അപ്പോൾ ഇവിടെ ലതാ കുഞ്ചം വള്ളിക്കുടിൽ. ലത എന്ന് പറഞ്ഞാൽ വള്ളിയാണ്. കുഞ്ചം എന്നൊരു വാക്ക് ഇവിടെ വന്നു. അടുത്ത ഗുഞ്ചൻ, അവിടെ ഇഞ്ച വന്നു. മദവദലി പുഞ്ചം, അവിടെ ഇഞ്ച വന്നു. അപ്പോൾ ഈ ആദ്യത്തെ വരി തന്നെ 3 സ്ഥലത്ത് വർണ്ണങ്ങൾ ആവർത്തിച്ച് വരുന്നു അല്ലേ? അടുത്ത നോക്കുള്ളൂ. സമാലിംഗൻ അംഗം, അംഗം ഇങ്ക. അതുപോലെ ദ്രുതതരം അനംഗം, അവിടെ ഇങ്ക വന്നു. പ്രബലയൻ 2 സ്ഥലത്ത് വന്നു. ഇവിടെയും വന്നു സമാലിംഗൻ, ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ സമാലിംഗൻ അംഗം ദ്രുതതരം അനംഗം. അടുത്ത മരുത് മന്ദം, ഇവിടെ മന്ദം വന്നു. ഇവിടെയും മന്ദം. ദളിതമരവിന്ദം, ഇന്തം വന്നു. അത് കഴിഞ്ഞ അടുത്ത രജോ വൃന്ദം, വിന്ദൻ കിരതി മകരന്തം. പിന്നെ ഇവിടെ ദിശി ദിശി 2ഉം വന്നിരിക്കുന്നു അല്ലേ? അപ്പം ഇങ്ങനെ ആവർത്തിച്ച് വന്നിരിക്കുന്നതാണ്. അപ്പം മനോരഞ്ജക രൂപേണ പാദേഷു പദേഷു വാ ആവൃത്തി ഉള്ളതാണ് എന്തലങ്കാരം? പിന്നെ ശബ്ദാലങ്കാരമായ എന്താണ്? അനുപ്രാസം. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു? ആദ്യത്തെ വരിയിൽ തന്നെ ഇഞ്ച എന്നുള്ള അക്ഷരം ആവർത്തിച്ച് വന്നിരിക്കുന്നു. 2ാമത്തെ വരിയിൽ അംഗം എന്നുള്ളത് വന്നു. 3ാമത്തിൽ ഇന്തം വന്നു. 4ാമത്തേലും ഇന്ത പിന്നെ ഇന്തം വന്നു. പിന്നെ ദിശിയും വന്നു. അപ്പോൾ ഇങ്ങനെ പദങ്ങൾ ആവർത്തിച്ച് വരുന്നതുകൊണ്ട് ഇവിടെ അനുപ്രാസം എന്ന അലങ്കാരം. അടുത്തത് 2ാമത് വേറൊരു ശബ്ദാലങ്കാരമാണ്. അതാണ് യമകം. യമകം എന്നുള്ള ശബ്ദാലങ്കാരം. എന്താണ് അതിൻ്റെ ലക്ഷണം നോക്കാം. സ്വരവ്യഞ്ജന സമുദായ പൗനരൂക്യം യമകം. സ്വരവ്യഞ്ജന സമുദായ പൗനരൂക്യം യമകം. സ്വരങ്ങൾ, അതുപോലെ വ്യഞ്ജനങ്ങൾ എന്നിവ അർത്ഥവ്യത്യാസത്തോടുകൂടി പറയുന്നതാണ്, ആവർത്തിച്ച് പറയുന്നതാണ് യമകം. സ്വരവ്യഞ്ജനങ്ങൾ ചേരുമ്പോൾ അതിൽ പിന്നെ അർത്ഥവ്യത്യാസം വരുന്നു.
വാക്കുകൾ അതായിരിക്കും, പക്ഷെ അതിൻ്റെ അർത്ഥ വ്യത്യാസം വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് യമക എന്ന അലങ്കാരം വരുന്നത്. അതൊരു ശബ്ദാലങ്കാരമാണ്. അതിന് ഉദാഹരണം നോക്കൂ. യോയ പശ്യതി തന്നേത്രേ രുചിരേ വനജായത്തെ തസ്യ തസ്യ അന്യനേത്രേഷു രുചിരേവ ന ജായത്തെ. ഇവിടെ രുചിരേ വനജായതേ വന്നു, രുചിരേവ ന ജായതേ. യോ യഹ പശ്യതി തന്നേത്രേ. തന്നേത്രേ അവൻ്റെ നേത്രം കൊണ്ട്. ആരെയോ ആരാണോ കാണുന്നത്. എന്ത് കാണുന്നത്? രുചിരേ വനജായതേ. എന്തെന്നാണ് അതിൻ്റെ അർത്ഥം? അതായത് ഒരു സ്ത്രീയെ കണ്ട് പറയുകയാണ്, നിന്റെ നേത്രങ്ങൾ എങ്ങനെയാണ്? നേത്രങ്ങൾ വനജം. വനജായത. വനജം എന്ന് പറഞ്ഞാൽ എന്താ? താമര. വനജം താമരയാണ്. വനജായത വനജം താമര. അപ്പം വനജത്തിന് സമാനമായ നേത്രം, അത് രുചിരമാണ്, രുചിയുള്ളതാണ്. ആർക്ക്? അവന്, ആ പറയുന്നവന്. അവളുടെ താമര കണ്ണുകൾ രുചിരമാണ്, ഇഷ്ടമാണ്, ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അത് വന്നു. അടുത്തത് 4ാമത്തെ വരി നിന്നപ്പോൾ തസ്യ തസ്യ അന്യനേത്രേഷു. അന്യനേത്രങ്ങൾ. അന്യനേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കവികൾ പറയാറുണ്ട് താമരക്കണ്ണ് എന്ന് പറയും. അതാണ് ഇവിടെ വനജായ എന്ന് പറഞ്ഞത്. പക്ഷേ ചിലത് പറയില്ല, മാനിൻ്റെ കണ്ണുകൾ എന്ന് പറയില്ലേ. അപ്പോൾ ഇവിടെ അന്യനേത്രേഷു, മറ്റ് നേത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ അത് മാൻ പോലുള്ള മറ്റ് മൃഗങ്ങളുടെ കണ്ണുകൾ. രുചിരേവ ന ജായതേ. അത് മറ്റ് കണ്ണുകളിൽ എന്ത് ചെയ്തു? അയാൾക്ക് ആ മറ്റ് കണ്ണുകളിൽ ഇഷ്ടമാകുന്നില്ല. മറ്റ് കണ്ണുകളോട് സാദൃശ്യമുള്ളവരെ ഇഷ്ടമാകുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞു രുചിരേ വനജായതേ, താമര പോലുള്ള കണ്ണുകൾ ഇഷ്ടമാണ് അവളിൽ. എന്നാൽ രുചിരേവ ന ജായതേ, അവിടെ തസ്യ അന്യനേത്രേഷു, മറ്റ് നേത്രങ്ങളിലുള്ള കണ്ണുകൾ അവന് ഇഷ്ടമല്ല. അപ്പം ഇഷ്ടമാണോ ഇഷ്ടമല്ല, 2 രീതിയിൽ അർത്ഥം വന്നില്ലേ? രുചിരേവ. 2ാമത്തെയും 4ാമത്തെയും വരികളിലാണ് അത് വന്നിരിക്കുന്നത്. 2ാമത്തെയും 4ാമത്തെയും വരികളിൽ പദങ്ങൾ അർത്ഥവ്യത്യാസത്തോടു കൂടി ആവർത്തിച്ചിരിക്കുന്നു. പദങ്ങൾ അർത്ഥവ്യത്യാസത്തോടു കൂടി ആവർത്തിച്ചിരിക്കുന്നതിനാൽ ഇവിടെ യമകം എന്ന അലങ്കാരം. അപ്പോൾ ഈ 2 യമക ശബ്ദാലങ്കാരമായി കേട്ട എക്സാമിനേഷന് ഉള്ളത്. അപ്പോൾ അത് 2 നല്ലോണം പറഞ്ഞു പഠിച്ചു. ഇനി അടുത്തത് അർത്ഥാലങ്കാരമാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ, അർത്ഥാലങ്കാരം അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.